ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ലോങ് ട്രിപ്പാണ് ഇന്ന് പോകാൻ പോകുന്നത്. വേളാങ്കണ്ണി, രാമേശ്വരം, ഇവിടെ രണ്ട് സ്ഥലത്താണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കൊറിക്കൽ ഐറ്റംസൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ചായ കുടിക്കാൻ തോന്നി. സോ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ച് വടയൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടങ്ങുന്നു കേട്ടോ. നല്ല കേട്ടോ, പ്രകൃതി എന്ത് ഭംഗിയാണെന്ന് എനിക്കിപ്പോഴാണ് ഈ യാത്രകൾ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് മനസ്സിലാവുന്നത്. പിന്നെ പെട്രോളൊക്കെ അടിക്കാൻ കയറി, അതുപോലെ ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റി. അവിടെ അങ്ങനെ കയറി ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നന്നായിട്ടങ്ങ് വെട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ യാത്ര പിന്നെ സ്റ്റാർട്ടായി കേട്ടോ. നമ്മുടെ തമിഴ്നാട് സൈഡിലോട്ട് പോകുമ്പോൾ പ്രത്യേകതരം കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ കേരളം പോലെയല്ല, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ വീടും ആൾതാമസമൊന്നും ഇല്ല കേട്ടോ, വെറുതെ കിടക്കുകയാണ്. കേരളത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ റെയറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര പിന്നെയും തുടർന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ടോൾ പാസിൽ ഇറങ്ങി. പിന്നെ അവിടെയും ഒരു ബാത്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ റൂം എടുത്ത് കേട്ടോ. നമ്മളിപ്പോൾ രാമേശ്വരത്ത് എത്തിയിട്ടുണ്ട്. രാമേശ്വരത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ. നല്ല റൂമായിരുന്നു കേട്ടോ. 650 രൂപയായിരുന്നു കേട്ടോ ഒരു ദിവസത്തെ റെൻറ്റ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാമേശ്വരത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ രാമേശ്വരത്തോട്ടാണ് പോയത്. അവിടെ ധനുഷ്കോടിയിലാണ് കേട്ടോ ഫസ്റ്റ് പോയത്. നമ്മൾ വേറെ ക്ഷേത്രത്തിലൊന്നും പോയില്ല. ജസ്റ്റ് അവിടെ ധനുഷ്കോടിയിൽ പോയിട്ട് കടലൊക്കെ കണ്ട് അവിടെയൊക്കെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, നല്ല ചുട്ട് പൊള്ളുന്ന വെയിൽ. അതുകൊണ്ട് കടലിലോട്ടൊന്നും ഇറങ്ങാൻ നിന്നില്ല. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഒരു പാലമില്ലേ, പാമ്പൻ പാലം, ആ പാമ്പൻ പാലം കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാണ് കേട്ടോ.